നമസ്കാരം. ബിഗിനർ സീരീസിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എക്സലിലെ ചാർട്ട്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റയുടെ വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് ആദ്യം ഒരു ചാർട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ സ്ക്രീനിൽ ഒരു സാമ്പിൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് അതിൻ്റെ ഓരോ ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, അതായത് നമ്മുടെ വെർട്ടിക്കലി പോകുന്ന ആക്സിസ് ആണ് വൈ ആക്സിസ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലി പോകുന്ന ആക്സിസ് ആണ് എക്സ് ആക്സിസ്. പിന്നെ നമുക്ക് ഇവിടെ കാണാം ഈ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന ഓരോ ബാറുകളും, അതിനെ നമ്മൾ ഡാറ്റ സീരീസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഓരോ ബാറിന് ടോപ്പിലും അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലേബൽ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കുന്ന ഏരിയനെയാണ് പ്ലോട്ട് ഏരിയ എന്ന് വിളിക്കുന്നത്. പ്ലോട്ട് ഏരിയയിലാണ് നമ്മുടെ ഗ്രാഫിലെ ഓരോ പോയിൻറ്റ്സും പ്ലോട്ട് ചെയ്യുന്നത്. ഈ പ്ലോട്ട് ഏരിയയ്ക്ക് പുറത്തുള്ള എലമെൻറ്റ്സ് ആണ് ചാർട്ട് ടൈറ്റിലും ലെജൻസും. ലെജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയിൽ പല കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ വേറെ കളറായിട്ടായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ലെജൻസ്. അതുപോലെ തന്നെ പ്ലോട്ട് ഏരിയയ്ക്ക് പുറത്തുള്ള വേറൊരു ഐറ്റമാണ് നമ്മുടെ ചാർട്ടിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ചാർട്ട് ടൈറ്റിലാണ് നമ്മൾ ഈ ഡാറ്റ എന്താണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്, ഇതെന്താണ് കാണിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലോട്ട് ഏരിയയ്ക്ക് പുറത്തുള്ള ഫുൾ ഏരിയനെ നമ്മൾ ചാർട്ട് ഏരിയ എന്ന് വിളിക്കും. ചാർട്ട് ഏരിയയിൽ നമുക്ക് മെയിനായിട്ട് ചാർട്ട് ടൈറ്റിലും ലെജൻസുമാണ് ഉള്ളത്. ബാക്കി മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്ലോട്ട് ഏരിയയിലാണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്കിനി ഒരു ചാർട്ട് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ചാർട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ബിഗിനർ സീരീസിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത നമ്മുടെ ഫിനാൻസ് ട്രാക്കിംഗ് ഡാറ്റയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ വീഡിയോകളിൽ നമ്മൾ ഒരു മന്തിൻ്റെ ഡാറ്റ മാത്രമേ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചാർട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു 6 മാസത്തെ ഡാറ്റയാക്കി ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജാനുവരിയിൽ നമുക്ക് എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് ഗ്രാഫ് വഴി പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സ്പെൻസ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ജാനുവരിയിലെ എക്സ്പെൻസസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ടോട്ടലുണ്ട്. ടോട്ടൽ നമുക്ക് വേണ്ട, നമുക്ക് ആക്ച്വൽ കാറ്റഗറീസ് മാത്രം മതി. അപ്പോൾ ഈ ഡാറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ടാബിൽ പോവുക. നമ്മുടെ ഇൻസേർട്ട് ടാബിൽ ഈ ഒരു സെക്ഷനിലാണ് ചാർട്ടിൻ്റെ ടൂൾസ് ഉള്ളത്. എന്നിട്ട് നമുക്ക് ഏത് ചാർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കോളം ചാർട്ട് സെലക്ട് ചെയ്യാം. കോളം ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം 2D കോളം ചാർട്ടുണ്ട്, 3D കോളം ചാർട്ടുണ്ട്, 2D ബാർ ചാർട്ടുണ്ട്, 3D ബാർ ചാർട്ടുണ്ട്. അപ്പോൾ കോളം ചാർട്ടിനെ 90 ഡിഗ്രി തിരിച്ച് വയ്ക്കുന്നതാണ് ബാർ ചാർട്ട്. അപ്പോൾ ഇത് രണ്ടും ബേസിക്കലി സെയിം ആണ്. അപ്പോൾ നമുക്കൊരു ബേസിക് 2D കോളം ചാർട്ട് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചാർട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ചാർട്ട് മൂവ് ചെയ്യണമെങ്കിൽ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കോർണറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ റീസൈസ് ചെയ്യാനും ഓപ്ഷനുണ്ട്. ഇനി നമ്മുടെ ചാർട്ടിൻ്റെ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർട്ട് ടൈറ്റിൽ ജാനുവരിയാണ്, അതായത് നമ്മൾ ജാനുവരിയിലെ ഡേറ്റയാണ് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വൈ ആക്സിസിൽ നമ്മുടെ വാല്യൂസ് ഉണ്ട്, എക്സ് ആക്സിസിൽ നമ്മുടെ കാറ്റഗറീസ് ഉണ്ട്, അതായത് ഹൗസിംഗ് ലോൺ, കാർ ലോൺ, അതേഴ്സ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഓരോ കാറ്റഗറിക്കും ഓരോ ബാറുണ്ട്. ആ ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂവിനനുസരിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഹൗസിംഗ് ലോൺ 20,000 ആണ്. അപ്പോൾ ഹൗസിംഗ് ലോണിൻ്റെ ബാറ് 20,000 ടച്ച് ചെയ്യുന്നവരെ അതിൻ്റെ ഹൈറ്റ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി നോക്കുവാണെങ്കിൽ അത് 1000 ആണ്. അപ്പോൾ ഈ സ്കെയിലിൽ 1000 ടച്ച് ചെയ്യുന്നവരെയാണ് ഇലക്ട്രിസിറ്റിയുടെ ബാറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ചാർട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിവിടെ പുതിയതായിട്ട് 2 ടാബുകളൂടെ എക്സ്ട്രാ വന്നു. അപ്പോൾ ആദ്യത്തെ ടാബാണ് ചാർട്ട് ഡിസൈൻ ടാബ്, രണ്ടാമത്തെ ടാബാണ് ചാർട്ട് ഫോർമാറ്റ് ടാബ്. അപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് ടാബിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ പഠിച്ച ഓരോ ചാർട്ട് എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ചാർട്ട് ടൈറ്റിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കളറൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് കളറ് മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ റെഡ് ഫോണ്ട് ആകണമെങ്കിൽ നമ്മൾ ഇതിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ട് ടൈറ്റിലിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചാർട്ട് ടൈറ്റിലിന് ഒരു ബോർഡർ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചാർട്ട് ഡിസൈൻ ടാബിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ആഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ ആക്സസ് ആണ്, അതായത് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസ് ഹൈഡ് ആവും. അതുപോലെ തന്നെ വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വെർട്ടിക്കൽ ആക്സിസ് ഹൈഡ് ആവും. അപ്പോൾ നമുക്ക് അത് വേണ്ട, നമുക്ക് 2 ആക്സിസും ഷോ ചെയ്തുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് ആക്സിസ് ടൈറ്റിലിനുള്ള ഓപ്ഷൻസ് ആണ്.
നമ്മുടെ വെർട്ടിക്കൽ ആക്സിസിനും ഹൊറിസോണ്ടൽ ആക്സിസിനും എന്തെങ്കിലും ഹെഡർ ആഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയാണ് ഈ ഓപ്ഷൻ. മൂന്നാമത് ചാർട്ട് ടൈറ്റിലിന് വേണ്ടിയാണ്. ചാർട്ട് ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എബോവ് ചാർട്ട് ഇടാം, അല്ലെങ്കിൽ സെൻറ്ററിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഡീഫോൾട്ടായിട്ടുള്ള എബോവ് ഓപ്ഷൻ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമുക്ക് ഡാറ്റ ലേബിൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡാറ്റ ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാറിൻ്റെയും വാല്യൂ എത്രയെന്ന് കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ സെൻറ്ററിൽ കാണിക്കും. നമുക്ക് ഇൻസൈഡ് എൻഡുണ്ട്, ഇൻസൈഡ് ബേസിലുണ്ട്, ഔട്ട് സൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ലേബൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വിഷ്വലി ഈ ബാറിൻ്റെ ഹൈറ്റ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ആ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസാണ്. നമുക്ക് അടിയിൽ വേണമെങ്കിൽ ഒരു ടേബിൾ പോലെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലെജൻസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ലെജൻസ് എന്താണെന്ന് ബാക്കി മന്തിലെ ഡാറ്റ കൂടി ആഡ് ചെയ്യുമ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമ്മൾ അടുത്ത ടൂൾസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് നമ്മുടെ ലേ ഔട്ട് മാറ്റാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ലേ ഔട്ട്സൊക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 ലേ ഔട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതെപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിവിടെ നമ്മുടെ ചാർട്ടിൻ്റെ സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആരോ കീ പ്രസ് ചെയ്യുമ്പം കൂടുതൽ ഓപ്ഷൻസ് കാണാം. നമുക്കിവിടെ പല ഓപ്ഷൻസ് ഇവിടെയുണ്ട്. നമുക്കിവിടെ ഡാർക്ക് മോഡുണ്ട്. പിന്നെ നമുക്ക് ഉള്ള വേറൊരു ഓപ്ഷനാണ് നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാൻ. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡാറ്റയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ജാനുവരിയിൽ മാത്രമാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഫെബ്രുവരി, മാർച്ചും അങ്ങനെ ജൂൺ വരെ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഡാറ്റ ചേഞ്ച് ചെയ്യാൻ വേറൊരു ഓപ്ഷനാണ്. നമ്മൾ നമ്മുടെ ഗ്രാഫ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിളിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഏത് ഡാറ്റയാണ് പ്ലോട്ട് ചെയ്ത് അത് എക്സൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇനി ബാക്കി ഡാറ്റ കൂടി ഈ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഡാറ്റയുടെ കോർണറിൽ വരുമ്പോൾ ഇതൊരു ആരോ കീ ആയി മാറും. ഈ ആരോ കീ ആയി കഴിയുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ ഗ്രാഫിലേക്ക് ആഡ് ആവും. അപ്പോൾ നമ്മൾ ഈ 6 മന്തിൻ്റെ ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡാറ്റ ലേബിൾസ് എല്ലാം കൂടി ക്രൗഡഡ് ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാർട്ട് ടൈറ്റിൽസ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വെർട്ടിക്കലായിട്ട് നമ്മുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ഈ വാല്യൂവിനെ അറേഞ്ച് ചെയ്യാം. പിന്നെ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ വൈ ആക്സിസും കാണുന്നില്ല, ചാർട്ട് ടൈറ്റിലും കാണുന്നില്ല. അപ്പോൾ കൂടുതൽ ഡാറ്റ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ചാർട്ട് ഏരിയയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡായി പോയതാണ്. നമുക്കത് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ ആഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവാം, ഇല്ലെങ്കിൽ എക്സലിലെ പുതിയ വേർഷൻസിൽ ഈ ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ട് ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബോക്സ് സെലക്ട് ചെയ്യുക. ആക്സസ് ഷോ ചെയ്യണമെങ്കിൽ ഇതൊന്ന് അൺക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ആക്സസും വിസിബിൾ ആവും. ഇപ്പോൾ നമ്മൾ 6 മാസത്തെ ഡാറ്റ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഓരോ മന്തിലെ ഡാറ്റയും ഓരോ കളറാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ലെജൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെജൻസ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ജാനുവരി ബ്ലൂ കളർ, ഫെബ്രുവരി ഓറഞ്ച് കളർ, അങ്ങനെ ഓരോ മന്തിനും ഓരോ കളറുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെജൻസ് ആഡ് ചെയ്യുന്നത്. ഈ ലെജൻസ് ഇവിടെ വന്നപ്പോൾ ഗ്രാഫ് വീണ്ടും കൺജസ്റ്റഡ് ആയി. അപ്പോൾ നമുക്ക് ലെജൻസിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ ചാർട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് ഈ ലെജൻസ് ഓപ്ഷനിൽ ചെന്നിട്ട് നമുക്കിത് ബോട്ടം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ കുറച്ചുകൂടെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാർട്ട് എലമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടത്. അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ്. അപ്പോൾ ഇനി ചാർട്ടിന് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് ചേഞ്ച് ചാർട്ട് ടൈപ്പ്. അതായത് നമ്മൾ ഇനീഷ്യലി ഒരു കോളം ചാർട്ട് പ്ലോട്ട് ചെയ്തു, പക്ഷേ നമുക്ക് കോളം ചാർട്ടിലൂടെ ഈ ഡാറ്റയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ചാർട്ട് ടൈപ്പിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഈ ചേഞ്ച് ചാർട്ട് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചാർട്ട്സും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ലൈൻ ചാർട്ടിലേക്ക് ആക്കണമെങ്കിൽ ലൈൻ ചാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാർട്ട് ടൈപ്പ് മാറ്റാൻ പറ്റും. ഈ ചാർട്ടിനെ എഡിറ്റ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസാണ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ പവർ പോയിൻറ്റിലോ വേർഡിലൊക്കെ പേസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സലിൻ്റെ വേറെ വർക്ക് ഷീറ്റിൽ വേണമെങ്കിലും ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ചാർട്ടിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർട്ടിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ ജൂണിൽ നമ്മൾ 25,000 എന്നുള്ള വാല്യൂ നമുക്കത് ഒരു 0 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കണ്ടു ചാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് കോപ്പി ചെയ്ത് എക്സലിൽ ഏത് വർക്ക് ഷീറ്റിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒറിജിനൽ ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ ചാർട്ട് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ വീണ്ടും പഴയ പോലെ ആക്കാം.
ഇനി നമുക്ക് നമ്മുടെ ചാർട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചാർട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് കീബോർഡിൽ ഡിലീറ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഒരു പൈ ചാർട്ടും ലൈൻ ചാർട്ടും ബാർ ചാർട്ടും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ജനുവരിയിലെ ഡാറ്റ എടുത്തിട്ട് ഈ 3 ഗ്രാഫും പ്ലോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കോളം ചാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 2D കോളം ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കുറച്ച് സൈസ് ചെറുതാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഡാറ്റ വീണ്ടും സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു പൈ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ 3 ചാർട്ടും സെയിം ഡാറ്റ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഡാറ്റ ലെവൽസ് എല്ലാം ആഡ് ചെയ്യാം. പൈ ചാർട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ആക്ച്വൽ വാല്യൂ എൻ്റർ ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ പെർസെൻറ്റേജ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ മീനിങ് ഫുള്ള്. അപ്പോൾ ഈ വാല്യൂവിനെ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഈ പൈ ചാർട്ട് സെലക്ട് ചെയ്തിട്ട് ചാർട്ട് ഡിസൈനിൽ പോയിട്ട് ക്വിക്ക് ലേഔട്ട് ഓപ്ഷൻസിൽ നമുക്കിവിടെ പെർസെൻറ്റേജ് കാണിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂവിനെ പെർസെൻറ്റേജ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ഗ്രാഫിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കോളം ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഹൗസിംഗ് ലോണാണ് ഏറ്റവും വലിയ എക്സ്പെൻസ്, പിന്നെ ഏറ്റവും വലുത് കാർ ലോണാണ്. ഇലക്ട്രിസിറ്റിയും അതർ എക്സ്പെൻസസും മറ്റ് 2 ബാറുകൾ കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ചാർട്ട് നോക്കുകയാണെങ്കിലും ഏകദേശം ആ സെയിം ഡാറ്റ തന്നെയാണ്, പക്ഷേ കോളം ചാർട്ടാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ഡാറ്റയെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പൈ ചാർട്ടിലേക്ക് വരുമ്പോൾ പൈ ചാർട്ട് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് മീനിങ് ആണ് കൺവേ ചെയ്യുന്നത്. അതായത് നമ്മുടെ മൊത്തം എക്സ്പെൻസിൻ്റെ 54% ഹൗസിംഗ് ലോണാണ്, അതായത് ഈ ബ്ലൂ കളറ്. പിന്നെ ഉള്ളൊരു 32% കാർ ലോണാണ്. ബാക്കിയുള്ളൊരു 11% ആണ് അതർ എക്സ്പെൻസസ്. ഒരു 3% ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമ്മുടെ പൈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, കാർ ലോണും ഹൗസിംഗ് ലോണുമാണ് നമ്മുടെ വീട്ടിലെ 86% ഓഫ് എക്സ്പെൻസ് എന്ന്. ഇനി നമ്മൾ നമ്മുടെ ജൂലൈ മന്തിൽ നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണ്, നമ്മുടെ എക്സ്പെൻസ് 10% കുറയ്ക്കണമെന്ന്. അപ്പോൾ ആ ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, കാർ ലോണും ഹൗസിംഗ് ലോണും ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ആകെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതർ ബിൽസും മാക്സിമം റെഡ്യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ പൈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ഈ 2 എക്സ്പെൻസും കൂടെ ആകെ 14% ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ഒരു 10% കുറയ്ക്കണമെങ്കിൽ 14% നിന്ന് വേണം കുറയ്ക്കാൻ. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ കാർ ലോണോ നമ്മൾ അടച്ചു തീർക്കണമെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കും. പക്ഷേ നമ്മുടെ കോളം ചാർട്ടിൽ നിന്നോ ലൈൻ ചാർട്ടിൽ നിന്നോ ഈ ഒരു ഐഡിയ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ഗ്രാഫിനും ഓരോ മീനിങ് ആണുള്ളത്. എപ്പോഴും ഒന്നിൽ കൂടുതൽ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്തിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഇനി നമുക്ക് ഓരോ ഗ്രാഫിലും നമുക്ക് ബാക്കി മന്തിലെ ഡാറ്റ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കോളം ചാർട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രാഗ് ചെയ്ത് ബാക്കി മന്ത് കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഓരോ മന്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കളർ വന്നേക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലെജൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലൈൻ ചാർട്ടിൽ നമ്മുടെ ഡാറ്റ എക്സ്പാൻഡ് ചെയ്ത് 6 മന്ത്സിൻ്റെ ഡാറ്റ ആഡ് ചെയ്യാം. പക്ഷേ പൈ ചാർട്ടിൽ മാത്രം നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് 6 മന്തിൻ്റെ ഡാറ്റ കാണിക്കാൻ പറ്റില്ല. കാരണം പൈ ചാർട്ട് എപ്പോഴും ഒരു കാറ്റഗറിയുടെ വാല്യൂ മാത്രം കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാല്യൂ എക്സ്പാൻഡ് ചെയ്ത് 6 മന്ത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാർട്ടിൽ ഡാറ്റയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. കാരണം അത് ജനുവരിയിലെ മാത്രം ഡാറ്റയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മന്തിൻ്റെയും പൈ ചാർട്ട് കാണണമെങ്കിൽ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ജൂണിലെ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എക്സ്പെൻസ് കാറ്റഗറീസ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജൂണിലെ ഡാറ്റ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ടാബിൽ പോയിട്ട് പൈ ചാർട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജൂണിലെ ഡാറ്റ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്ത ഡാറ്റയെ നമുക്ക് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഏത് ഗ്രാഫ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പൈ ചാർട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പൈ ചാർട്ടിനെ റിമൂവ് ചെയ്യാം. ഇനി നമുക്കൊരു ലൈൻ ചാർട്ടും ഒരു കോളം ചാർട്ടും എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഇപ്പോൾ നമ്മുടെ കോളം ചാർട്ടും ലൈൻ ചാർട്ടും നോക്കുവാണെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസിൽ ഹൗസിംഗ് ലോൺ, കാർ ലോൺ, അതേഴ്സ്, ഇലക്ട്രിസിറ്റി ഈ കാറ്റഗറിയാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ നമ്മളൊരു ടൈമിനനുസരിച്ച് ഒരു ഡാറ്റ മാറുന്നത് കാണിക്കണമെങ്കിൽ കോളം ചാർട്ടിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ലൈൻ ചാർട്ടാണ്. മന്തിനനുസരിച്ചുള്ള ചേഞ്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ചാർട്ട് ഡിസൈനിൽ പോയിട്ട് സ്വിച്ച് റോ ആൻഡ് കോളം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസ് ജാനുവരി ഫെബ്രുവരിയിൽ നിന്ന് ഉള്ള മന്ത് അനുസരിച്ചാവും. പിന്നെ എക്സ്പെൻസ് കാറ്റഗറീസ് എല്ലാം വേറെ വേറെ കളറിൽ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് കോളം ചാർട്ട് നമ്മൾ സ്വിച്ച് റോ ആൻഡ് കോളം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത് വൈസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ എക്സ്പെൻസ് കാറ്റഗറിക്ക് അനുസരിച്ച് ഓരോ ബാർ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ലൈൻ ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാം, നമ്മുടെ ഈ ബ്ലൂ ലൈൻ ഹൗസിംഗ് ലോണാണ്. ആദ്യത്തെ 4 മാസം നമ്മൾ 20,000 അടച്ചു, പിന്നെ 2 മാസം നമ്മൾ 25,000 അടച്ചു. അതുപോലെ തന്നെ നമ്മുടെ കാർ ലോണ് കോൺസ്റ്റൻ്റ് ആയിട്ട് 12,000 തന്നെയാണ് നമ്മളിപ്പോഴും അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ചാർട്ടിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഈ സെയിം ഡേറ്റ നമ്മൾ കോളം ചാർട്ടിൽ പ്ലോട്ട് ചെയ്തപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ലൈൻ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മളൊരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ എപ്പോഴും ലൈൻ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിനനുസരിച്ച് ആ ഡാറ്റ എങ്ങനെ ചേഞ്ച് ആവുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഓരോ ഗ്രാഫിലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. നമുക്കൊരു സിംഗിൾ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് കോളം ചാർട്ടും ഒരു പൈ ചാർട്ടും യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ കാറ്റഗറീസ് ആണെങ്കിൽ നമുക്ക് കോളം ചാർട്ടും ലൈൻ ചാർട്ട് യൂസ് ചെയ്യാം. ഓരോ ഗ്രാഫും നമ്മുടെ ഡാറ്റയെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ അനലൈസ് ചെയ്യാൻ നേരത്ത് ഒന്നിൽ കൂടുതൽ ഗ്രാഫുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് ചാർട്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗിനർ സീരീസിൻ്റെ 7ാമത്തെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.